ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണിത്. ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്. അത് SD ക്ലാസിക് 250 ആണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ ആദ്യം ഒരു CL2 എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പിന്നീട് അത് ഫുൾ റീസ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഇത് ക്ലാസിക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലൊരു മാറ്റം ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ ചില വേറെയും കുറച്ച് മാറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞല്ലോ ക്ലാസിക് ആക്കിയതാണെന്ന്. ക്ലാസിക്കിന് എൻ്റെ CL2ന് ഈ ഹെഡ് ആയിരുന്നില്ല. ഈ ഹെഡിന് ടോർട്ടോയ്സ് ഹെഡ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ആമത്തല എന്നൊക്കെ പറയും. അത് ജാവയ്ക്ക് ഇതിനോടൊക്കെ വന്നേക്കുന്നത്. ജാവയ്ക്ക് കുറച്ചുകൂടി ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റിൽ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അഡ്ജസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് ലൂസാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് റിഫ്ലക്ടർ അഡ്ജസ്റ്റ് ആവും. അതാണ് ഒരു ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ആണിത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ലോങ് ഫോർസെറ്റ് ആണ്. ആ ഒരു കാലത്തിൽ ഇത്രയും ലോങ് ഫോർസെറ്റുള്ള വണ്ടികൾ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ 16 ഇഞ്ച് വീലാണ് വരുന്നത്. ഇതിന് SD വീൽ എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ RX-ലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. SD വീൽ എന്നാണ് പറയുന്നത്. ചെറിയ സൈസാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഈ വീല് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ അത് അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കുറച്ച് ടൈം. ഇതിപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് കറങ്ങും, പിന്നെ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും റിട്ടേൺ കറങ്ങും. പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ട്വിൻ ക്യാം ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. 2 ക്യാം വരും. അതായത് ബ്രേക്ക് ഷൂ 2 സൈഡിൽ നിന്ന് നല്ല പുഷിങ് ആയിരിക്കും. അതൊരു ബ്രേക്ക് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കേബിൾ ബ്രേക്സാണ് വന്നേക്കുന്നത്. റിയറിലും കേബിൾ ബ്രേക്കാണ്, ഫ്രണ്ടിലും കേബിൾ ബ്രേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ടാങ്ക് ഒരു കഫേ റേസർ ടൈപ്പ് ടാങ്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് ടാങ്കാണ് സംഭവം. മൈസൂർ ആ ഫാക്ടറി തന്നെയാണ് എല്ലാം മെയ്ഡ് ചെയ്തേക്കുന്നത്. പിന്നീട് ഇത് ഞാൻ നിക്കിൾ ചെയ്തതാണ് ഈ സംഭവം. ഇതിങ്ങനെ ആയിരുന്നില്ല എനിക്ക് കിട്ടുമ്പോൾ, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസിക്കിൻ്റെ സ്റ്റൈൽ ഇട്ട് വേണ്ടി നിക്കിളിങ് ഹാഫ് 2 പെയിൻ്റ് ആക്കിയതാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ എഞ്ചിനുണ്ട്. എഞ്ചിൻ 250cc എഞ്ചിനാണ് വരുന്നത്. അതും എയർ കൂൾഡ് ട്വിൻ എക്സോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിന് ട്വിൻ എക്സോസ്റ്റ് വരുന്ന വണ്ടികളൊന്നും RD 350 ആയിരുന്നു. പിന്നീടാണ് SD-ക്കാണ് RD-ക്ക് ആകുമ്പോൾ 2 സിലിണ്ടർ വരുന്നുണ്ട്. പക്ഷേ SD-യിൽ വരുമ്പോൾ അത് സിംഗിൾ സിലിണ്ടറാണ് വരുന്നത്. അപ്പോൾ അതാണ് ഒരു മാറ്റമുള്ളത്. പിന്നെ RD 350 ആണത് 250 ആണ്. RD-യുടെ ഒരു പവറും പെർഫോമൻസൊന്നും ഇതിൽ കിട്ടില്ല. ഇതിലൊരു പതുക്കെ ഒരു ലീനിയർ ഒരു പവറേ കിട്ടുള്ളൂ. സഡൻ ഒരു പിക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. സ്ലോ ആയിട്ടേ അതൊരു ചാർജ് ആവുള്ളൂ. പിന്നെ ഒന്ന് എഞ്ചിനൊന്നും നല്ല രീതിയിൽ ഹീറ്റായാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും വണ്ടിക്ക്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നീട് ഈ സൈഡ് നമ്മളെ പിന്നെ കാർബറേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ടിക്ലർ ടൈപ്പ് കാർബറേറ്ററാണ് ഇത് വരുന്നത്. നോർമലി നമ്മളെ വണ്ടിക്കൊന്നും ചോക്കാണ് വരുന്നത്, പക്ഷേ ഇതിന് ടിക്ലറാണ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൽ ടിക്ലറിങ് വർക്ക് ചെയ്താണെങ്കിലും കറക്റ്റ് ഇതാ ചോക്കിൻ്റെ ഒരു ഫംഗ്ഷൻ കിട്ടുള്ളൂ. അത് രാവിലെയൊക്കെ എടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മളെ ഗ്ലാസ് ഫിൽറ്ററാണിത്. ഇതിന് നമ്മൾ മലയാളത്തിൽ കുപ്പി ഫിൽറ്റർ എന്നൊക്കെ പറയും. ഇതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഈ ടാങ്കിൽ വരുന്ന എന്തെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ പിടിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും സ്പീഡോമീറ്റർ കേബിൾ വരുന്നത് ഫ്രണ്ടിലാണ്, ഫ്രണ്ട് വീലിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്നാണ് വരുന്നത്, എഞ്ചിൻ്റെ അകത്തുനിന്നാണ് വരിക. അതായത് റിയർ വീൽ പോക്കറ്റിൻ്റെ അകത്തുനിന്നാണ് നമ്മളെ സ്പീഡോമീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ വേറൊരു ഇത് വെച്ചാൽ ഈ കാർബറേറ്റർ കവറ് ഇങ്ങനെ വരുന്നത്. ഇതിനകത്താണ് കാർബറേറ്റർ വെച്ചേക്കുന്നത്. കാർബറേറ്റർ ഒന്നും പുറത്ത് കാണില്ല. ആ ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇത് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരും ഈ കാർബറേറ്റർ മാറ്റിയിട്ട് ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ ചെയ്യുന്നുണ്ട്. കുറച്ച് മൈലേജും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ പഴയ ഒരു ഫീലും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചു. ബുള്ളറ്റിൻ്റെ കാർബറേറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ മൈലേജും ഇതൊക്കെ കിട്ടും. ഈ ടിക്ലർ ടൈപ്പൊന്നും ആയിരിക്കില്ല, നോർമൽ ചോക്ക്, പുഷ് ആൻഡ് പുൾ ചോക്കാണ് വരുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കിക്കറാണ്. ഇതിൻ്റെ ഗിയർ തന്നെയാണ് ഇതിൻ്റെ കിക്കർ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഗിയർ തന്നെയാണ് ഇതിൻ്റെ കിക്കർ. ഇതിപ്പോൾ ഗിയറിലുള്ളത്. ഇപ്പോൾ നമ്മൾ കിക്കറിലേക്ക് ആക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം ഉള്ളിലേക്ക്. എന്നിട്ട് ഇടുമ്പോഴാണിത് കിക്കറാകുക. ഇപ്പോൾ കിക്കറായി. അപ്പോൾ ഇനി അടിച്ച് കഴിഞ്ഞാൽ ഇത് കിക്കറിൻ്റെ ഫംഗ്ഷനിങ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാം, നമുക്ക് ഓട്ടോ ക്ലച്ചുള്ള ഒരു വണ്ടിയാണിത്. വേറെ വണ്ടികളൊന്നും ഓട്ടോ ക്ലച്ച് കണ്ടിട്ടില്ല. ഓട്ടോ ക്ലച്ച് എന്ന് പറയുമ്പോൾ ഈ ഗിയറിൻ്റെ ഇടയിൽ തന്നെ ക്ലച്ച് വരും. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഈ ഒരു പൊസിഷനിലാണ് ഗിയർ അടിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ക്ലച്ചിലാണുള്ളത്. ഗിയർ വീണു, ബട്ട് ക്ലച്ചിലാണുള്ളത്. ഇത് റിലീസ് ചെയ്താൽ നമ്മൾ നോർമലി ക്ലച്ച് റിലീസായിട്ട് മൂവ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്
2 പമ്പ് 1 കിക്ക് എന്നാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക സാധനം, എടുക്കുന്നു. ഇതാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചോണ്ടാണ് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആയത്, അല്ലെങ്കിൽ ഒരു 2 കിക്കും അല്ല പമ്പിങ്ങും വേണ്ടി വരും. പമ്പിങ് ഏതാണ് സ്റ്റാർട്ട് ആവും. ഇത് പിന്നെ പോയിൻ്റ് ആയിരുന്നു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ വണ്ടി. പിന്നീട് ഞാനത് CDI ആക്കി. ഇപ്പോൾ ഇലക്ട്രോണിക്കാണ് വണ്ടി പക്ക, അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇഷ്യൂസ് ഒന്നുമില്ല. മറ്റേതാകുമ്പോൾ രാവിലേക്ക് ബുദ്ധിമുട്ടാണ് വണ്ടി സ്റ്റാർട്ടാകാൻ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇതിന് മുകളിലും. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇത് ലഡാക്കിയറാണ്. ഇതൊന്നും ഇതിൽ വരില്ല, ഇത് എക്സ്ട്രാ ചെയ്തതാണ്. ഇത് ബുള്ളറ്റ് ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തതാണ്. പിന്നെ ലഡാക്കിലൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലേ ഇപ്പോൾ. അപ്പം അങ്ങനെ ഞാൻ ഇട്ടു എന്നുള്ളൂ ഒരു സ്റ്റൈലിന്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് ഒരു ഡിഫറെൻ്റ് ഷേപ്പാണ്. 2 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇത് SD ആണ് വരുന്നത്. പിന്നെ നമ്മളെ മിനി ബുള്ളറ്റിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് ആണ് അത്. അപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ്. പിന്നീട് ബാക്കിലേക്ക് വരുമ്പോൾ ഫുൾ കവർ ചെയിൻ കവറാണ്, ഫുൾ കവറാണ്. സാധാരണ വരുമ്പോൾ ഈ കവേഴ്സ് ബൈക്കിലൊക്കെ അടിയിൽ ഓപ്പൺ ആയിരിക്കും. ഇത് ഫുൾ കവറാണ്. അത് ചെയിന് എവിടെയും കാണില്ല, ചെയിന് പുറമേയിട്ടുള്ള ഒരു കോൺടാക്റ്റും ഇല്ല. അങ്ങനെ സീൽഡായിട്ടാണ് വരുന്നത് കവർ വരുന്നത്. പിന്നെ റിയർ ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ കേബിൾ ബ്രേക്ക് സിസ്റ്റമാണ്. അപ്പോൾ അത് കുറച്ചൊരു വീക്കാണ് ശരിക്കും പറഞ്ഞാൽ, കേബിളിൽ ആ ഒരു ഇത് കിട്ടില്ല. പിന്നീട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ സൈഡ് പറയുമ്പോൾ ഇത് തന്നെയാണ് കമ്പനി സീറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് രണ്ടാമത് മേടിച്ചതാണ്, കമ്പനി സീറ്റ് തന്നെയാണ് വരുന്നത്. അടി മെറ്റൽ ഇതാണ് വരുന്നത് സീറ്റിൻ്റെ അടിഭാഗം. പിന്നെ ഇവിടെയാണ് സീറ്റിൻ്റെ ലോക്ക് വരുന്നത്. ഇതാണ് ലോക്ക് വരുന്നത്. ഇതിൽ കീ ഇട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം. പിന്നെ വേറൊരു മാറ്റം ഇതിൽ വരുത്തിയത്, ഇതിൻ്റെ ടാങ്ക് ക്യാപ്പ് ഇതല്ല ശരിക്കും, ഈ ഷേപ്പ് തന്നെയാണ്. പക്ഷേ അതിന് കീ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയാലും അത് ഓപ്പൺ ആവും. അതിന് കീ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് മാറ്റിയതാണ്. പഴയത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്വിച്ച് സെറ്റും കാര്യങ്ങളെല്ലാം മാറ്റി. ഇതൊന്നല്ല SD വരുന്നത്. ഇതൊക്കെ വരുന്നത് മാക്സ് 100 സുസുക്കി അങ്ങനെ വണ്ടിയൊക്കെ വരുന്ന കീ സെറ്റ് ആയിരുന്നു. പിന്നെ ഇത് ഈ ഹോള് കണ്ടാൽ മതി. ഈ ഹോളെന്ന് വെച്ചാൽ നമ്മളെ ഈ കീ സെറ്റ് SD ഇടുമ്പോൾ ഇതിനുള്ളിൽ കൂടെയാണ് അതിൻ്റെ കേബിൾസൊക്കെ പോകും. അപ്പോൾ കേബിൾസ് ഒന്നും പുറത്ത് കാണില്ല. ഇതിപ്പോൾ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഇതിലുണ്ട്. പിന്നെ എഞ്ചിൻ സ്വിച്ച് വരുന്നില്ല, എഞ്ചിൻ സ്വിച്ച് ഉണ്ടാവില്ല. പിന്നെ താക്കോൽ ഇതല്ല ശരിക്കും SD വരിക, അതിന് ആണി താക്കോലാണ് വരുന്നത്. പിന്നീട് അത് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്കത് ലാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ പിന്നീട് ഞാൻ ഇതിലേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആണിത്താക്കോൽ ഇങ്ങനെ ഒരു ആണി ഷേപ്പാണുള്ളത്. പിന്നെ ഈ മിറർ ഔട്ട് മാർക്കറ്റ് മിറേഴ്സാണ്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ നമ്പറൊക്കെ ചേസ് നമ്പർ വരുന്നത് ഇതിവിടെ നമ്മൾ ചേസ് നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു അലുമിനിയം പ്ലേറ്റിൽ എല്ലാം പഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ മോഡൽ, എത്ര CC ആണ്, എൻജിൻ നമ്പർ, ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് താലി എന്നാണ് പറയുക. അപ്പോൾ ഇത് വണ്ടിയുടെ കമ്പനി തന്നെ വരുമ്പോഴുള്ള ഒരു സാധനമാണ്. അത് അവിടെ തന്നെ പഞ്ച് ചെയ്ത് നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ എല്ലാ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് സ്പ്രിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് ബാക്കിലേക്ക് പോകും. ഇതിന് അങ്ങനെ പോകില്ല, കമ്പനി അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എക്സ്ട്രാ ചെയ്യുന്നതാണ് സാധാരണ. അപ്പോൾ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് നടത്തിയാൽ സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കും താഴെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ലോഡ് ചെയ്തിട്ട് മുകളിൽ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്കിൽ ഇട്ടു പോകും. അപ്പോൾ അവിടെ ലോക്കായി കിടക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അതാകുമ്പോൾ പിന്നെ ഈ കുഴി ചാടുമ്പോൾ അടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്കരോടെ കിടക്കും. അതാണ് അതിൻ്റെ സിസ്റ്റം. സെൻറ്റർ സ്റ്റാൻഡ് ഇടാനും വളരെ ഈസിയാണ്. ജസ്റ്റ് ഇട്ടിട്ട് തിരിച്ച സംഭവം. ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ മാക്സ് 100 സാമുറായിലൊക്കെ വരുന്ന ഇൻഡിക്കേറ്ററാണ്, സുസ്കിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെയല്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ചെയ്തതാണ്, ഞാൻ മാറ്റി ചെയ്തതാണ്. അത് ഇതിപ്പോൾ എൻ്റെ കൈ കിട്ടിയിട്ട് ഒരു 7 വർഷത്തോളമായി. പക്ഷേ ഈ കണ്ടീഷനിലായിരുന്നില്ല, CL2 കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിത് മേടിച്ചത്. ഞാൻ ഒരുപാട് തപ്പി കണ്ടുപിടിച്ച് മേടിച്ചതാണ് സംഭവം. എനിക്ക് RD ആയിരുന്നു എല്ലാവരും 2 സ്ട്രോക്കേഴ്സിൻ്റെ ഒരു താല്പര്യമാണല്ലോ RD. സത്യം പറഞ്ഞാൽ കിട്ടാനില്ല, കിട്ടുന്നതാണെങ്കിൽ ഭയങ്കര പ്രൈസുമാണ് ഇപ്പോൾ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 2 എക്സോസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഇത് എടുക്കുന്നത്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഫീലും ഇതിൻ്റെ ഒരു വൈബും അതൊരു വേറെ തന്നെയാണ്. നല്ലൊരു ഫീലും വൈബും ഉണ്ട് ഇതിന് ഓടിക്കുമ്പോൾ. ഒരു ക്ലാസിക് ഫീൽ തന്നെയാണ് ഇതിന് ശരിക്കും പറയാം. ഒരു ഭയങ്കര പെർഫോമൻസ് ബൈക്കൊന്നും അല്ലെങ്കിലും ലോങ് പോകാൻ നല്ല സുഖമുള്ള ബൈക്കാണ്. ഒന്ന് ഓടിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് തരും, നല്ല പെർഫോമൻസ് തന്നെ തരും വണ്ടി. പിന്നെ ക്രാങ്ക് വെയിറ്റ് ഉണ്ട്, നമ്മളെ ടോപ്പ് ഗിയറിലായാലും അങ്ങനെ നോക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് കയറ്റം കയറിപ്പോവും. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ മൈലേജ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ശരിക്കും. എന്തായാലും ഒരു 30 ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ നോർമൽ ഡ്രൈവിൽ വല്ലാതെ കൈ കൊടുത്തു പോയാൽ അത് കുറയും. ഇതിപ്പോൾ നോർമലി ഒരു ഡ്രൈവിൽ ആ ഒരു മൈലേജ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിനെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനത്തെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. 2 സ്ട്രോക്ക് ആയതുകൊണ്ട് പിന്നെ ഓയിൽ ഒഴിക്കണം ടാങ്കിൽ, അത് കറക്റ്റ് അളവിൽ ഒഴിക്കണം. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പുകയായിരിക്കും.
ഇപ്പോഴത്തെ അവസ്ഥയിൽ പുകയും സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പൈസ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ് ആയാലും. പെയിൻറ്റിങ് ഫുൾ മൈസൂരിൽ നിന്നാണ് ചെയ്തേക്കുന്നത്, ഫുൾ വാറണ്ടി പെയിൻറ്റിങ് ആണ് ഇത്. പിന്നെ പ്ലേറ്റിങ് ഞാൻ കോയമ്പത്തൂർ അയച്ചിട്ട് അവിടെ നിന്നാണ് ചെയ്യിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ട്. വണ്ടീനേക്കാളും കൂടുതൽ പൈസ ഇതിൻ്റെ റീസ്റ്റോറേഷൻ എടുത്തിട്ടുണ്ട്. എൻജിൻ ഫുൾ റീസെറ്റ് ചെയ്തു. ഇപ്പോൾ എൻജിൻ റീസെറ്റ് ചെയ്തിട്ട് ആകെ 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത് വലിയ ഓട്ടം ഇല്ല ഇവിടെ ശരിക്കും. ഞാൻ പിന്നെ അങ്ങനെ ഡെയിലി യൂസൊന്നും ഇല്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കും, ഒരു തോന്നുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് സൗണ്ടിനോടൊന്ന് കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ചെറിയ സൗണ്ട് കുറച്ച് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ ബാക്കിലൊരു ഗ്യാപ്പ് ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് കൂടുതലാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. സൗണ്ട് 2 സ്ട്രോക്കിന് മാത്രമേ ഉള്ളൂ. 2 സ്ട്രോക്കിന് എല്ലാവരും പറയുന്നത് ജീവനുള്ള ഒരു വണ്ടി എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, അതേപോലെ പുകയുണ്ട്. അപ്പോൾ ആ ഒരു വൈബുള്ള ആൾക്കാർക്കാണ് ഇതൊരു താല്പര്യമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പറയും അയ്യോ വൃത്തിയായിട്ട വണ്ടി, ഭയങ്കര സൗണ്ട്, കൊടുക്കത്ത പുക, ആ ഒരു രീതിയിലും പറയും. പിന്നെ ഞങ്ങൾക്ക് ഒരു ക്ലബ്ബുണ്ട് ഇവിടെ, വയനാട്ടിൽ തന്നെയാണ് ക്ലബ്ബ്. ഒരു 41ഓളം 2 സ്ട്രോക്ക് ബൈക്കുകളുണ്ട്. അതിൽ RX ഉണ്ട്, SD ഉണ്ട്, ഷോഗൻ ഉണ്ട്, ഷാവലിനുണ്ട്. അങ്ങനെയുള്ള 2 സ്ട്രോക്ക് ബൈക്കുകൾ മാത്രമുള്ള ഒരു ക്ലബ്ബാണ്. ഞങ്ങൾ ഒരുപാട് റൈഡും കുറേ ചാരിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയുടെ ഈ ഒരു പ്രശ്നം കാരണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ താൽക്കാലികം നിർത്തി വെച്ചേക്കാണ്. ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് കാണിക്കാം. റൈഡ് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ നമുക്ക് സ്റ്റാർട്ടിങ് ഫീൽ ചെയ്യും. അതൊരു മിസ്സിങ് അല്ല, ഇതിൻ്റെ ഇനിഷ്യൽ അങ്ങനെയാണ്. കുറച്ചൊന്ന് RPM കയറുമ്പോഴാണ് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസും ഫീലും കിട്ടുള്ളൂ. ഞാൻ ഈ വണ്ടിയെ കൊണ്ട് ഒരു ടോപ്പ് സ്പീഡ് ഒരു 110 വരെ പോയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ പോയില്ല, അതിന് മുകളിലേക്ക് പോകാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടോപ്പ് സ്പീഡ് എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ മുകളിലും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കേബിൾ ബ്രേക്സ് ആണ്. ഗിയർ ഡൗൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ, നല്ല വണ്ടി നിന്ന് കിട്ടുള്ളൂ. ഞാനൊന്ന് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്ത് കാണിച്ചാൽ നല്ല റോഡ് ഗ്രിപ്പുള്ളൊരു വണ്ടിയാണ് ശരിക്കും SD. കാരണം വണ്ടിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് നല്ല റോഡ് ഗ്രിപ്പുള്ള വണ്ടിയാണ്. ഏത് ഓഫ് റോഡ് സിറ്റുവേഷനിൽ എടുത്തിട്ട് പോവാം, ഒരു പ്രശ്നമില്ല. വണ്ടി അടി തട്ടും, എന്നാലും വലിയൊരു പ്രശ്നമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ മുകളിലേക്കും ബാക്കിയെല്ലാം താഴേക്കുള്ള ഗിയർ സിസ്റ്റമാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് SD ഗിയർ സിസ്റ്റം ഉള്ളത്. തിരിക്കാം. കയറ്റതൊന്നും ഒരു പ്രശ്നവുമില്ല. കയറ്റത്തൊക്കെ വളരെ സ്മൂത്തായിട്ട് കയറി പോകും. ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒരു പിടുത്തൊന്നുമില്ല. കാരണം ആ ക്രാങ്ക് വെയിറ്റിൻ്റെ ആ ഒരു ഫീല് കിട്ടും വണ്ടിക്ക്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ RX എന്നൊക്കെ പറയുമ്പോൾ 2 സ്ട്രോക്ക് ഫസ്റ്റ് മൈൻഡിൽ വരിക. RX-നൊന്നും ആ സഡൻ പിക്കപ്പോ കാര്യങ്ങളോ ഇതിനുണ്ടാവില്ല. ഇത് ഗ്രാജുവലി ആണ് പിക്ക് ചെയ്ത് കയറുള്ളൂ. എന്ന് വെച്ചാൽ വണ്ടി വെലുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്തായിട്ട് ഏത് വഴിയും കയറ്റി കൊള്ളാം. ലോങ് പോകുമ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സൗണ്ടുള്ള വണ്ടികളൊരു ഹരമാണ്. നല്ല ഓപ്പൺ റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബുള്ളറ്റിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ആ സൗണ്ടും ആ ഒരു ഫീലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ ഇതിൻ്റെ വൈബ് പക്ക ഡിഫറെൻ്റ് ആണ്. 4 സ്ട്രോക്കിൻ്റെ വൈബേ അല്ല 2 സ്ട്രോക്കിന്. ആ 2 സ്ട്രോക്ക് ലവേഴ്സിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്.
ഇതിൽ പറയാനുള്ളത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഓടി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈലൻസർ നോക്ക് കണ്ടോ, പുക കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 2 വണ്ടി കൂടെ വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ വണ്ടി ശരിക്കും കുറച്ച് ഹെവിയാണ് വണ്ടി. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡിയിൽ എവിടെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗങ്ങളൊന്നും ഇല്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ വളരെ കുറവാണ് വണ്ടിയിലുള്ളത്. അത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ സ്വിച്ചും കാര്യങ്ങളും അതും ശരിക്കും മെറ്റലാണ് വന്നിരുന്നത്. ഇതിൻ്റെ ഞാൻ മാറ്റിയതാണ്. പ്ലാസ്റ്റിക്കും റബ്ബറും പാർട്സ് പറ്റ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുൾ മെറ്റൽ ബോഡിയാണിത്. പിന്നെ ഇത്രയും കൊല്ലം പഴക്കമായിട്ട് ഇതിൻ്റെ ചെയ്സിലും കാര്യങ്ങൾക്കൊന്നും ഒരു തുരുമ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഇതിൽ തന്നെ മനസ്സിലാവുമല്ലോ. സാധാരണ ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയ്സും കാര്യങ്ങളൊക്കെ നല്ല റെസ്റ്റ് എടുത്ത് പോകേണ്ടതാണ്. ഇതിൽ റെസ്റ്റോ കാര്യങ്ങളും ഇല്ല. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് ബോഡിയും ഇതിൻ്റെ ബാക്കി പാർട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ SD എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടോ 4 hour ബൈക്ക് 4 hour വാല്യൂ എന്നും കൂടെ ഒരു കോട്ടുണ്ട് അതിൽ. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ 4 hour ആണ് വണ്ടി. എല്ലാവർക്കും മൈൻഡിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എന്നൊരു 4 hour ബൈക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് SD എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.